എത്തും. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. തിരിച്ചെത്തി, വാപ്പാനെടുത്ത് കൊണ്ടുപോയി. ജോലി ഉപേക്ഷിച്ചു. ഈ വീട് ഇപ്പം നമ്മൾ ഈ കാണുന്ന വീട് പാതിപ്പണിയിൽ കിടക്കുക, കൂടിയിരുന്നിട്ടില്ല. 1997 ലാസ്റ്റ് 98 ഡിസംബർ എത്തി, 97 ഡിസംബർ പാതി പണിയെടുത്ത് കിടക്കണ വീട്. താഴെയാണ്. എന്നിട്ട് താഴെ പെട്ടെന്ന് പണിയെടുത്തൊരുത്തുണ്ട്, അവിടെയാണ് ഉപ്പ കിടക്കണം. കൊണ്ടുപോയി എടുത്തിട്ട് നല്ല ആശുപത്രിയൊക്കെ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷയില്ല, ബ്ലഡ് ക്യാൻസറാണ്. അത് പറ്റൂല, എൻ്റെ ഉപ്പാക്ക് എന്താ ചെയ്ത് കൊടുക്കണം. ഈ വീട് അങ്ങോട്ട് പണയം വെച്ചു. എൻ്റെ കയ്യിൽ കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു, അതും വിറ്റു. ബാങ്ക് ബാലൻസ് മുഴുവനും തീർന്നു. എന്നിട്ട് എൻ്റെ ഉപ്പൻ്റെ കയ്യും പിടിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, എന്തിനാ മോനെ ഈ ഇങ്ങനെയൊക്കെ ചെയ്ത്, ഇനിയിപ്പോൾ കടക്കാരനായല്ലേ, അത് വേണോ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ച് ഞാനൊന്ന് അങ്ങോട്ട് കൊടുത്തു. മാതാപിതാക്കളെ ഭക്ഷണം കൊടുത്ത, മാതാപിതാക്കളെ നോക്കിയ, അവരെ സംരക്ഷിച്ച ഒരു കുട്ടിയും ഈ ദുനിയാവിൽ പരാജയപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഉപ്പല്ലേ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഉപ്പ ഞാനെങ്ങനെ പരാജയപ്പെടാനാണ്? അന്ന് എൻ്റെ ഉമ്മ മരിക്കുന്ന നേരത്തെ എനിക്ക് വേണ്ടി ഇത് വരുന്നില്ലമ്മ ഉപ്പ, എൻ്റെ കുട്ടി വിജയിക്കും, ആയിരക്കണക്കിന് ആളുകൾക്ക് അത്താണിയാവുന്നു, എൻ്റെ ഉമ്മ വരുന്നില്ലേ. എന്നിട്ട് അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്. കാരണം ഉപ്പയായിട്ട് കരഞ്ഞു. ഇല്ലടാ, സത്യമാണത്, എൻ്റെ കുട്ടി രക്ഷപ്പെടും. അന്ന് രാത്രി എൻ്റെ വാപ്പയും മരിച്ചു. കടക്കാരനായ ലോണെടുത്ത കടം വെച്ച ഈ വീട്ടിൽ ഞാനും ഭാര്യയും മുഖത്തോട് മുഖം നോക്കി ഒരു വയസ്സായ കുട്ടി ഇങ്ങനെ ഇരിക്കുക, എന്തു ചെയ്യുമെന്നറിയാതെ. ഓളെന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ വാപ്പ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, ഉമ്മാനും വാപ്പാനും നോക്കിയ ഒരു കുട്ടിയും ഈ ദുനിയാവിൽ പരാജയപ്പെട്ടിട്ടില്ല, നമ്മൾ വിജയിക്കൊടി. ആ ഉറച്ച വിശ്വാസത്തോടെ ഇരുന്നിട്ട് 1998 കോട്ടക്കൽ അങ്ങാടിയിലെ അപ്സര ഹോട്ടലിൻ്റെ സൈഡിൽ ഒരു 1000 ഉറുപ്യ വാടക കൊടുത്ത് ഒരു ഷട്ടർ മുറിയുണ്ട് പൊന്തിച്ച്, കയ്യിലെ പഴയ സാധനങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ട് എഴുതി കൊടുത്തു, അവിടെ ഇതെല്ലാം വാടകക്ക് കിട്ടും, വേറെ ഒന്നുമില്ല, ഗൾഫിലേക്ക് പോകാനും പറ്റണില്ല, കടമുണ്ട്, ജീവിക്കണം, പട്ടിണി മാറണം, അത്രേ ലക്ഷ്യമുള്ളൂ. ജോലിയും പോയി, വിസയും പോയി. വാടക കൊടുക്കുക, ക്യാമറ വാടക കൊടുക്കുക, മൊബൈൽ ഫോൺ വാടക കൊടുക്കുക, TV ടാപ്പ് റെക്കോർഡറൊക്കെ CD പ്ലെയർ വാടക കൊടുക്കുക. ഒരു കാറുണ്ടായിരുന്നു, ഒരു മാരുതി 800, ഒരു ബൈക്കും ഉണ്ടായിരുന്നു, അതും ഒരു ചിത്രം വെച്ച് വാടകയ്ക്ക് എഴുതി വെച്ചു. അങ്ങനെ ജീവിക്കണം. അങ്ങനെ ഒരു കട എടുത്ത് തുടങ്ങി. ആ കടൻ്റെ പേരാണ് ബ്രിഡ്കോ എന്ന് പറയും. ആ കട പിന്നെ സർവീസ് സെൻ്റർ, അത് പിന്നെ സർവീസ് സെൻ്ററായി, പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നവരായി, പിന്നെ പഠിക്കുന്നവർക്കൊക്കെ ജോലി കൊടുക്കുന്ന സ്ഥാപനമായി, പിന്നെ ഒരുപാട് നിർമ്മാണങ്ങൾ തുടങ്ങി. ഇപ്പോൾ പല ഫ്രാഞ്ചൈസിയും ബ്രാഞ്ചുകളുമായി. അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ, 18,000 പേർക്ക് തൊഴിൽ കൊടുത്തു. ഞാനെന്ത് നേടിയെന്നല്ല പറഞ്ഞത്, 18,000 പേർക്ക് ജീവിത മാർഗം. എന്താ എൻ്റെ ഉപ്പ വരുന്നത്? അത് പടച്ചോൻ ലൈവായിട്ടാണ് കാണിച്ചു തന്നു.